നമസ്കാരം, ഞാൻ ദയാനന്ദൻ ഫോട്ടോ മീഡിയ. അട്ടപ്പാടിയിലൂടെ ഉള്ള എൻ്റെ യാത്രകൾ പുതിയ അനുഭവങ്ങൾ തന്ന ഒരു യാത്ര ആയിരുന്നു. അട്ടപ്പാടിയുടെ വൈവിധ്യങ്ങൾ. എന്നോടൊപ്പം സഞ്ചരിച്ച ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ സാർ, അദ്ദേഹം മെഡിക്കൽ സയൻറ്റിസ്റ്റാണ്. അതുപോലെ പല മേഖലകളിലും ഗവേഷണം നടത്തിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹം 40 ലോകരാജ്യങ്ങളുടെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹമാണ് എന്നോടൊപ്പം അട്ടപ്പാടിയിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ 35 വർഷത്തിന് മുകളിൽ അദ്ദേഹത്തിൻ്റെ പഠന അനുഭവങ്ങൾ. അട്ടപ്പാടിയെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ഒന്നും വ്യത്യസ്തമായി നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ ജീവജാലങ്ങളെക്കുറിച്ചും അദ്ദേഹം ദീർഘമായ കാലയളവിൽ പഠനം നടത്തിയിട്ടുള്ളതാണ്. അവിടുത്തെ പ്രകൃതിയും ജീവജാലങ്ങളും, അതിൽ മനുഷ്യരും ഉൾപ്പെടും. കൂടുതലും ആദിവാസി സമൂഹങ്ങളാണ്. ഏറ്റവും കൂടുതൽ ആദിവാസി സമൂഹം പാർക്കുന്ന ഒരു ഇടമാണ് അട്ടപ്പാടി. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേരിൽ കാണാനുള്ള ഒരു അവസരമുണ്ടായി എന്നുള്ളതാണ്. അതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇനി ചെയ്യാൻ പോകുന്നത്. ആ കൂട്ടത്തിൽ എനിക്ക് ചേർക്കാനുള്ളത് തിരുവനന്തപുരം ജില്ലയും പാലക്കാട്ട് അട്ടപ്പാടിയും അതുപോലെ വയനാടും. ഓണറബിൾ സുരേഷ് കെ ഗുപ്തൻ സാറ് പറഞ്ഞത് ശരിവയ്ക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. കടന്നുകയറ്റത്തിൻ്റെ, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരുതരം നുഴഞ്ഞു കയറ്റത്തിൻ്റെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടന്നിട്ടുള്ള 3 ജില്ലയാണ് വയനാടും പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയും തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി, വിതിര, അതുപോലെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് തിരുവനന്തപുരത്ത്. എൻ്റെ അട്ടപ്പാടി യാത്രയിൽ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞതും അവിടെ കുട്ടിക്കാലം മുതൽ ജീവിക്കുന്ന മനുഷ്യർ പറഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ചേർക്കുന്നത്. പക്ഷേ സംജാതമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി സമൂഹത്തിൻ്റെ ആവശ്യം എന്ന് മനസ്സിലാക്കിയാണ് ഞാനിപ്പം വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. നുഴഞ്ഞു കയറ്റക്കാരുടെ എന്ന് ഞാനത് പ്രയോഗിച്ചത് തന്നെ, കടന്നു കയറ്റക്കാർ അവിടേക്ക് കയറിപ്പറ്റാൻ എന്ത് മാർഗവും സ്വീകരിക്കും എന്ന കാര്യത്തിൽ നമ്മളുടെ ബഹുമാന്യനായ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ സാറും അതുപോലെ ആദിവാസി മഹാസഭയുടെ പ്രസിഡന്റായ മോഹനൻ ത്രിവേണിയും അതുപോലെ വയനാട്ടിൽ നിന്നുള്ള അനുഭവസ്ഥരും എന്നോട് പങ്കുവച്ചിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കടന്നുകയറ്റം, അതായത് ഇത് പറഞ്ഞു വരുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നു. അവരുടെ കുബുദ്ധി ഉപയോഗിച്ച് നാട്ടുരാജ്യങ്ങളുടെ രാജാക്കന്മാരെ തമ്മിൽ തല്ലിച്ച് അവരുടെ ലക്ഷ്യപ്രാപ്തി നേടിയിരുന്നു. അതിന് തുല്യമായ, അതായത് ആ ഫോർമുല അനുസരിച്ചാണ് ഇപ്പോൾ കുടിയേറ്റക്കാർ ഈ ആദിവാസികളുടെ സ്വത്ത് സ്വന്തമാക്കുന്നത്. അത് പറഞ്ഞാൽ അതിഭീകരമായ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്.
ആദിവാസി മക്കളെ അവർ സ്നേഹപൂർവം കൊണ്ടു നടക്കുകയും ജീവനോടെ അവരുടെ ചങ്ക് പറിക്കുകയും ചെയ്യുന്ന ഒരു അതിക്രൂരമായിട്ടുള്ള പ്രവണത. ഇത് ആദിവാസി മക്കൾ തിരിച്ചറിയണം. അറിയാൻ ഒരറിവ് വേണം. ആര് പറഞ്ഞാലും മനസ്സിലാവാത്ത മക്കളോട് എന്തു പറയാൻ എന്ന് ചോദിച്ച മുതിർന്ന ആൾക്കാർ അത് നാട്ടിലും കാട്ടിലും ഒരുപോലെയാണ്. അറിയാൻ ഒരറിവ് വേണം എന്ന ഒരു വാക്യം പറഞ്ഞുകൊണ്ട് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ഈ മല്ലീശ്വര പർവ്വത താഴ്വരയാണിത്. അതെ അതെ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പച്ചപ്പുള്ള മനോഹര പ്രദേശത്ത് നിങ്ങൾക്ക് കുടിവെള്ള പദ്ധതി വന്നതിന് ഇല്ലാതായി പോയത്. അതില്ലാതായത് ഇവിടുത്തെ ആൾക്കാരും ഫോറസ്റ്റ് വാസർമാരും ഇവരൊക്കെ തടഞ്ഞിട്ട് ഇവർക്ക് ഇവിടെ കൊടുക്കാൻ പാടില്ല എന്നിട്ട് അവർ കൊടുക്കാൻ പാടില്ല. കാര്യം എന്താണ് അത് നമുക്കറിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് വന്നാൽ അത് ഇവിടുത്തെ ഒരു വാജർ മുക്കാലി വാജർ മണിയാണ് വണ്ടി വരുമ്പോൾ കല്ല് ഒക്കെ റോഡിൽ വെച്ചിട്ട് തടഞ്ഞത്. ആ പ്രസിഡന്റിനെ ഭയങ്കര ചീത്തയൊക്കെ പറഞ്ഞ് തോന്നിയ വെച്ചൊക്കെ പറഞ്ഞിട്ട് ആട്ടിവിട്ടതാണ് ഇവർ, ഈ ഫോറസ്റ്റുകാരും ആൾക്കാരും കൂടിയിട്ട്. അങ്ങനെയാണ് പദ്ധതി മുടങ്ങി. പദ്ധതി മുടങ്ങി. തിരിച്ച് പദ്ധതി വീണ്ടും നടപ്പിലാവുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? നടപ്പിലാവും. അത് ആൾക്കാർ വിചാരിച്ച ഓഫീസർമാരും വിചാരിച്ചാലും അത് നടപ്പിലാവും. പഞ്ചായത്ത് ഇപ്പം റെഡിയായിട്ടുണ്ട്. ഇപ്പം തരാന്നുള്ളത് അവരൊക്കെ റെഡിയാണ്. ആൾക്കാർ തയ്യാറാണ് തരാനുള്ളത്. അതെ, ഫോറസ്റ്റുകാരുടെ വാസർമാർ അതിൻ്റെ മെയിൻ മണിയാണ്. അവിടെ മണിയൊന്നും തൊടുക്കിന്ന് വന്നിരിക്കണ ചന്ദ്രനൊന്നും അത് കുറുമ്പരാണ് തൊടുക്കിക്കാരർ. അവരാണ് ഇതിൻ്റെ മെയിൻ എതിരാളികൾ. ഇവിടെ റോഡും വരെ വിടുന്നില്ല, വെള്ളം എടുക്കാനും വിടില്ല, എല്ലാം തടച്ചറിയണം. തൊടുക്കിന്ന് വന്നിരിക്കുന്ന ചന്ദ്രനും ഫോറസ്റ്റിൽ വാസരാണ് ഫോറസ്റ്റുകാർ. അവർ പറഞ്ഞത് ഫോറസ്റ്റുകാർ കേൾക്കുന്നുള്ളൂ, നമ്മൾ പറഞ്ഞത് കേൾക്കുന്നില്ല. വീട്ടുകാർ തടയുന്ന പറഞ്ഞാൽ എന്താണ്? വീട്ടുകാർ അവരുടെ സപ്പോർട്ടാണ്. അതെ, ഞങ്ങൾക്ക് ഒറ്റപ്പെട്ട സ്ഥലത്തിലേക്ക് അവരുടെ സ്ഥലത്തിൽ കൂടി വരുന്ന റോഡ് തടയാണ്. അപ്പോൾ അവരിന് ഈ ഫോറസ്റ്റുകാർ തടഞ്ഞിട്ടില്ല. അതും ഫോറസ്റ്റിൽ കൂടിയാണ് റോഡ്. കുറേ 3-4 റോഡ് വിട്ടിട്ടുണ്ട്, അതിനെ തടഞ്ഞിട്ടില്ല. ഇപ്പോൾ മുതലാളിമാർ റോഡ് തനിയായിട്ട് വിട്ടിട്ടുണ്ട്. റോഡ് മുതലാളി അവർ കുറച്ച് കൃഷി ചെയ്യാൻ പാട്ടത്തൊക്കെ എടുത്തിട്ട് വെള്ളം സൗകര്യ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തനതായി പരമ്പരാഗതമായിട്ട് ജീവിക്കുന്ന അവരെ ഇവിടെ ഒറ്റപ്പെടുത്തുക. വന്ന് കയറിയവർ അവരെ ഒറ്റപ്പെടുത്തുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതെ അതെ. നിങ്ങൾ ഇവിടെ താമസിക്കുന്ന എത്ര വീടുണ്ട്? ഞങ്ങളിവിടെ ഒരു 10-15 വീടുണ്ടായിരുന്നു. ഇപ്പോൾ വഴി വീടിലെത്തത് കൂടി അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് ഇരിക്കുകയാണ്. ഇപ്പം അവിടെ ഉണ്ട്, അവിടെ കുറച്ച് പെണ്ണുകെട്ട സ്ഥലത്തുകളൊക്കെ പോയി ഉണ്ട് പിള്ളേർ. ഇപ്പം ഞങ്ങൾ ഒരു 5-8 വീട് മാത്രമേ ഉള്ളൂ. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു? ഞാൻ കഴിച്ചു. അല്ലല്ല, അത് ചുമയുണ്ട്, അതുകൊണ്ടാണ്. അല്ലല്ല, കഴിച്ചു. പിന്നെ ഒന്നുണ്ട്, പിന്നെ നല്ല ടൂറിസ്റ്റ് വരുന്ന കേന്ദ്ര ദൈവത്തുള്ള സ്ഥലമാണ് അത്. തേർക്കല്ല മേലെ തേർക്കല്ല കുള. അതിന് വേറൊരു ആൾക്കാർ വന്നിട്ട് ആദിവാസി തന്നെ അവിടെ പോയിട്ട് വരാം. എനിക്ക് എരുമ കൂടാനാ എന്താ മകന ശരി, പോയിട്ട് വരാം. ബുദ്ധിമുട്ടാണ് പാവങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അതെ അതെ. മേലപ്പാണ്ടിൻ്റെ അപ്പുറത്ത് സാർ ഞാൻ കട വെച്ചിട്ടുണ്ട്, മരുന്ന് കട വെച്ചിരുന്നു. അതിനിപ്പോൾ ഇവർ ഒരു അടി നടത്തി. ഈ നാട്ടുകാർ വന്ന് പോകുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് വെച്ചിരുന്നു അവർ പണത്തിന് വേണ്ടിയിട്ട്. അവർ ഈ നാട്ടുകാരായിട്ട് ഈ പിള്ളേരായിട്ട് ബോൾ കളിച്ചിട്ട് ഭയങ്കര ഫ്രണ്ടുകളാണ്.
അപ്പോൾ നമ്മൾ നടന്നു വന്ന് എന്തോ ഒരു കൃഷിത്തോട്ടമാണ് ഇത്. തൊമര. ആ, തൊമര. ഇതിൽ പൂവും കായൊന്നും ആയിട്ടില്ല. കുറച്ച് ഭാഗത്ത് ഇത് ഒരുപാട് വളരല്ലേ, മരം പോലെ ആവില്ല. ഇനി അത്രേ ഉള്ളൂ. നേരത്തെ അവിടെ മറ്റേ ഷൂട്ട് ചെയ്തില്ലേ? ആ, മരപ്പയർ. മരപ്പയർ തന്നെ ഇത്. ഇത് മരപ്പയറോ? ഓ, മലയാളത്തിലാണോ മരപ്പയർ, ഇംഗ്ലീഷിലാണോ? അല്ല, തിരുവനന്തപുരം ബാസലി മരപ്പയർ. സാർ തിരുവനന്തപുരക്കാരാ അല്ലേ? ആ, മെല്ലെ നോക്കും നടക്കും സാറേ. ഇതൊക്കെ അവരുടെ പുൽത്തോട്ടമാണ്. ഇത് പുൽത്തോട്ടം കാണാനില്ല. അപ്പം നമ്മൾ നേരത്തെ കണ്ട അതന്നെ ചോരം പരിപ്പ്, അതെ അതെ അതെ, ഇതാണ് സാധനം. ഇത് ഇവിടെ ഭാഗമായി വിളവെടുത്ത് പൊഴിച്ചൊക്കെ കൊടുക്കുമ്പോൾ കിലോയ്ക്ക് എത്ര രൂപ കിട്ടും? ഇത് ഇപ്പം സാറ് 80 രൂപ 100 രൂപ കിട്ടും കിലോ. എന്നാലും അതിൻ്റെതായ പണി ഭീമമല്ലേ? അത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി. അത് നല്ല കായുണ്ടായി. അതില്ല, പന്നി ತಿಂತಲ್ತೆ. ಈ ಮತ್ತೆ ಪೆರ್ಸಾಯಿ ಅವರೊನ್ನೆಲ್ಲ ತಿಂತಲ್ ನೋಡು. പന്നി വരാല്ലേ? പന്നി വരും. ആ ടൂറിസ്റ്റ് വരാക്കെ ഈ കൃഷിക്ക് തൊട്ടടുത്ത് വേറെ നിങ്ങളെ താഴ്വരയിൽ ഇതാ കണ്ടല്ലോ, നമ്മൾ ഈ മരപ്പയർ പണ്ട് നമ്മളുടെ തിരുവനന്തപുരം രാജ്യത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. തിരുവനന്തപുരം രാജ്യത്തുണ്ടായിരുന്നതാണ്, നമ്മളെ കൊച്ചി രാജ്യത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇനി വരൂ. ഇതാണ് സംഗതി. അപ്പോ എന്ത് പറയുന്നു? ഇത് എന്താണെന്ന് ആൾക്ക് പറയാം. നമുക്ക് നമ്മുടെ ഭാഷയിൽ ഇത് മുട്ടനാണ്, മുട്ടച്ചെടിയാണ്. ചെടി, മുട്ടച്ചെടി. ഇത് ഇത്രയും പൊക്കത്തിന് വളരും ഇവിടെ. അതായത് ഇതിപ്പം എന്നെക്കാളും ഉയരണ്ട്, എന്നെക്കാളും ഉയരത്തിനാണ് ഇത് നിൽക്കുന്നത്. ഇത് സംഭവം എന്താന്ന് നമ്മളെ അവിടെയൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാമല്ലേ? ഞാൻ കാണിച്ചു തരാം സംഭവം എന്താണ്. ഇത് പഴുത്തതേനെ? പഴുത്തത്. അത് കഴിക്കാൻ പാടില്ല സാറേ, അത് കഴിക്കാൻ പാടില്ല. ഇത് നമ്മുടെ, ഞാൻ വിചാരിച്ചതേ നമ്മളുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഞൊട്ടാഞ്ഞൊടിയനാണെന്ന്. അതല്ല ഇത്. ആ ചെടി ഇത് ഇത്രയും ഉയരത്തിൽ വളരാറില്ല. എന്ത് വിഷമാണോ? അപ്പോൾ നമ്മൾ ഇപ്പൊ ഈ കണ്ട ചെടി ഇത് എന്താണ്? ഇതിന്റെ ഇല ഇങ്ങനെ ഒരു ഇറമ്പോടി തൂറ്റുപോലെ ഇരിക്കുന്നത്? അത് സാറേ ഒരു സായി പിടിച്ചിട്ടുണ്ട്, ഒരു സൂക്കേട് വന്നിട്ടുണ്ട് ഇതിലേക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ മൂത്തും പോയില്ലേ? ഓ, അതുകൊണ്ട് മൂപ്പായി. അപ്പൊ ഇതിന്ന് ഒരു 4-5 കാ പറിച്ചെടുത്ത് അതെടുക്കാം. ഇതുണ്ടല്ലോ നല്ല മൂപ്പായത്. മൂപ്പായത് എടുത്തു. ഇത് വെറും മരുന്ന് മാത്രമാണ്, അല്ലാതെ നമുക്ക് വേറെ അങ്ങനെ കൂടുതലൊന്നും കഴിച്ചുകൂടാത്തൊരു സാധനം. ഇത് കറിക്കൊന്നും എടുക്കൂല. ഇത് വെറും മരുന്നിന് മാത്രമേ ഉള്ളൂ. ശരി, ഇത്ര പോരെ? മതി. ഈ കാണുന്നത് ഇതിന്റെ പേരാണ് ദൊരമുട്ട. ദൊരമുട്ട എന്ന് പറയും. പക്ഷെ നമ്മളെ നാട്ടിൻപുറത്ത് ഇതേപോലെ ഒരു ചെടിയുണ്ട്. അത് ഞൊട്ടാഞ്ഞൊടിയൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് അതല്ല, അത് കഴിക്കുമ്പോൾ ഇത് കഴിക്കാൻ പാടില്ല. ഇത് അത്യാവശ്യം മരുന്നിന് മാത്രമേ, അത് കുട്ടികൾക്കുള്ള ഒരു പ്രത്യേക മരുന്നിന് മാത്രമേ എടുക്കുള്ളൂ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ അസുഖം കൂടുതലുണ്ട് ആൾക്കാർക്ക്. ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ അടുത്ത് നിൽക്കുന്നത്. പേരെങ്ങനെയാ അവരെ? എങ്ങനെ പേര്? കാട. പണ്ട് അങ്ങനെ ഇട്ട്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 60 വയസ്സായേ ഉള്ളൂ. 60 വയസ്സായപ്പം ഇപ്പൊ തന്നെ ഒരു 90 വയസ്സായ 60 വയസ്സ്.
നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 72. 72. നിങ്ങൾ ഈ ഇത്രയും പച്ചമരുന്നും കാര്യങ്ങളൊക്കെ കിടന്നിട്ട് എന്തെങ്കിലുമൊക്കെ അരച്ച കഴിച്ച് കുടിച്ച് നിങ്ങളെ ആരോഗ്യം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി. അത് തന്നെ കുടിക്കണത്, അല്ലെങ്കിൽ ഇത്ര ശരി ശരി. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഈ എരുമയൊക്കെ നിൽക്കണ എത്ര എരുമയുണ്ട്? എരുമ 10 ഉണ്ട്. 10. ഓ, അങ്ങ് മേലോട്ടൊക്കെ ഉണ്ട്. ശരി ശരി. ഇത് എല്ലാം പിന്നെ ഈ അതിന് കൊടുക്കാൻ തന്നെ ഈ പുല്ലൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത്. അത് ശരി. 2 ആശാന്മാർ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണല്ലേ? അപ്പൊ അങ്ങനെ ഈ പ്രദേശം നമ്മൾ കാണണം, ഇവരെന്തുമാത്രം പാടുപെട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട ഫുട്ബോൾ റഫറിയുടെ അച്ഛനും അമ്മയുമാണ് നിൽക്കുന്നത്. അതായത് ഏത് സ്കൂളിലെ മൗണ്ട് കാർമൽ സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള അയ്യപ്പൻ്റെ അച്ഛനും അമ്മയാണ് ഇത്. അത് നമ്മൾ എടുത്തു പറയണം. ഇത് ഈ കഷ്ടപ്പാടിനും ഈ അയ്യപ്പൻ സാറ് ഇവിടെ നിന്ന് ഒരുപാട് നടന്നാണ് പോയി പഠിച്ചത്. അത് നമ്മൾ ഓർമ്മിക്കണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും എന്തുമാത്രം പഠിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നാലും മക്കള് അത് ശരിക്കും പള്ളിക്കൂടത്തിൽ പോകാതെ ഏതെങ്കിലും വണ്ടിയുടെ പുറകെ കയറിയിരുന്ന് ലോകം ചുറ്റൊക്കെയാണ് പരിപാടി. പക്ഷേ ഇവർ എന്ത് കഷ്ടപ്പെട്ടാണ് ആ മകനെ പഠിപ്പിച്ചതെന്നും ആ മകൻ ഈ കഷ്ടപ്പാടുകളെല്ലാം തിരിച്ചറിഞ്ഞ് പഠിച്ചു എന്നുള്ളതുമൊക്കെയാണ് ആ മകൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും വളരെ ഈ ദുർഘടം പിടിച്ച വഴികളിലൂടെ സഞ്ചരിച്ച് പഠിക്കാൻ പോയതും അപ്പം കുട്ടിക്കാലമൊക്കെ നമ്മൾ ഒന്ന് ഓർമ്മ വേണം. ആ അധ്യാപകനെയാണ് നമ്മൾ നേരത്തെ കണ്ടത്, അയ്യപ്പ സാറ്. അവരുടെ അച്ഛനും അമ്മയാണ്. അവർക്ക് എന്തായാലും നിങ്ങളെ മകനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ നിലയിലെത്തിയത് അത് ഒരു വലിയ സന്തോഷമല്ലേ? എനിക്ക് എങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ആകെ മക്കൾ എത്ര ഉണ്ട്? എനിക്ക് 7 ആളുണ്ട്. 7 പേര്. അവരൊക്കെ എവിടെ താമസിക്കുന്നത്? ഇവിടെ തന്നെ, ഒക്കെ ഇവിടെ തന്നെ. ശരി. അവരൊക്കെ എന്തൊക്കെ കൃഷിപ്പണിയൊക്കെ ചെയ്യണം? കൃഷിപ്പണി തന്നെ. ഈ പഠിത്തം ഈ ഒരു മാത്രമേ ചെയ്തു? പഠിച്ചിട്ടുണ്ട്, ജോലിയില്ല. അപ്പം ഇവര് പഠിക്കാൻ പോയിട്ടും ജോലിക്ക് വേണ്ടി ശ്രമിച്ചില്ല? അല്ല, അതൊന്നുമല്ല സാറേ. ഇവിടുത്തെ ആൾക്കാർ ഞങ്ങളുടെ പിള്ളേരിനെ അത് കച്ചറ കൂടി കേസാക്കൂ, ജോലി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ശരി ശരി. അതിനായിട്ട് ഇപ്പൊ ജോലി കുറെ കിട്ടാൻ പാടാണ്. അപ്പം ജോലിക്ക് പോകാതിരിക്കാൻ എന്നും അവരെ അടിമകളായിട്ട് അവിടെ അവരെ വീട്ടിൽ ചെന്ന് ജോലി ചെയ്യാൻ വേണ്ടി ഇവരെ ഒരു മനസ്സിനെ മടുപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത്, അതല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ പെടുത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും അടിപിടി ആക്രമണപ്പെടുകയോ ഇങ്ങനെ അവരെ നശിപ്പിച്ച് ഈ പരിവാക്കി. ഇത് എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ അത് അവനവൻ തിരിച്ചറിയണം. അതായത് അവനൊക്കെ വാങ്ങിച്ചു തരണം, വെള്ളം വാങ്ങിച്ച് കുടിച്ച് അവന്റെ കൂടെ കൂട്ടും കൂടി അവൻ ഏതെങ്കിലും തെറ്റ് ചെയ്തും കൂടെ കൂട്ടും. തെറ്റ് ചെയ്ത് അവനായിരിക്കും, പക്ഷേ പ്രതി ഇവനായിരിക്കും. ഇങ്ങനെ വല്ല ഗൂഢമായ തത്വ രീതികൾ നമ്മളെ നാട്ടിൽ അത് എവിടെയും ഉള്ളതാണ്. പക്ഷെ അത് നമ്മൾ മക്കളൊക്കെ തിരിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ എന്നേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അപ്പൊ ഇനി നമ്മൾ ഇവിടെ എന്തൊക്കെ നമ്മൾ എന്തോ ഒരു കാഴ്ചക്ക് പോകണമെന്ന് പറഞ്ഞത് അങ്ങോട്ട് പോകാൻ അതാണ് കാഴ്ചമല. അതാ കാണുന്നത് അവിടെ സാറേ. ഒരു 10 ഏക്കർ സ്ഥലമുണ്ട്. ഒരു തമിഴനാണ് ആദ്യം വന്ന് എടുത്തത് അളന്നിട്ട്. അപ്പൊ അതിനൊക്കെ നമ്മുടെ അച്ഛന്മാർ അതിനെ ദൈവസ്ഥലം ആണത്. ദൈവസ്ഥലത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കച്ചറ പിടിച്ചിട്ട് തമിഴന്മാരൊക്കെ പോയതാണ്. അപ്പൊ അതിനെ ഒഴിവാക്കി ആ വെള്ളമുള്ള സ്ഥലം ഇപ്പൊ വറ്റിപ്പോയി. അതിനാരും ഇനി തടച്ചെടുക്കാതെ ആ ദൈവത്തിനായിട്ട് ഇരുന്നാൽ മതി. ഞങ്ങൾക്ക് ആർക്കും സ്ഥലമാണ്, ദൈവസ്ഥലമായിരുന്ന സ്ഥലത്ത് അവിടെ വന്ന് കച്ചടയെ കൊണ്ടിട്ട് അതിനെ മലിനമാക്കിയതിന് ശേഷം അവൻ കൈയേറി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ അത് സർക്കാരിൻ്റെതായിരുന്നു. സർക്കാരിന്റെ ആയിരുന്നു ഇപ്പൊ. അപ്പൊ ഞങ്ങളുടെ അച്ഛന്മാർക്ക് കച്ചറ പിടിച്ച സ്ഥലത്തിന് തമിഴന്റെ അടുത്ത് നിന്ന് എടുത്താതെ ഇത് തമിഴൻ ആട്ടിവിട്ടു. ഇവരെടുത്താതെ ഇപ്പൊ വേറെ ആൾക്കാർ കയ്യേറി കണകൂണാക്കി വെള്ളം വറ്റുന്നുണ്ട്. അല്ലെങ്കിൽ കോടതിനെ വലിയ വെള്ളം കന്നാലി മൃഗങ്ങൾ എല്ലാം ആനപ്പൂവിനൊക്കെ കുടിക്കും. ഇപ്പൊ വറ്റിപ്പോവാണ്. അതിന് സർക്കാർ അതൊന്നും തടഞ്ഞിട്ട് ഫോറസ്റ്റുകാരുടെ കയ്യിൽ തന്നെ വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല. ആളുകളുടെ കയ്യിൽ കൊടുത്താൽ അത് പിന്നെ അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ആയിരിക്കുന്നത്. ഈ വഴി പോലെ തന്നെ ഒരു പ്രശ്നമാണ് നമ്മളെ ഈ സ്ഥലം. അതെ, അവിടെ നിങ്ങൾ പറഞ്ഞ വഴിക്ക് വേണ്ടി നിങ്ങൾ നമ്മളെ സർക്കാർ തലത്തിൽ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ നമ്മളെ പഞ്ചായത്തുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് മുകളിലേക്ക്, അതായത് നമ്മളെ മന്ത്രിക്ക് പരാതി കൊടുക്കാത്തത്? കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് അതിന്റെ എന്തെങ്കിലും അതിന് എന്താ ചെയ്യണമെന്ന് സാറേ അതിന്റെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ഇനി കിട്ടോ ഇനി അവർ തന്നെ ഇനി എന്താ ചെയ്യണമെന്ന് അപ്പം ഇദ്ദേഹം ഇതിന് ഇടപെട്ടിട്ടുണ്ടോ ഈ വഴി പ്രശ്നമായിട്ട് എന്തെങ്കിലും? ഇല്ല വഴി പ്രശ്നമായിട്ട് നമ്മൾ ഇതുവരെ ഇടപെടാൻ തുടങ്ങിയിട്ടില്ല. അത് ഫോറസ്റ്റുകാരുമായിട്ടുള്ള ലിങ്കാണ്. അപ്പൊ അതുകൊണ്ട് ഫോറസ്റ്റുകാരുമായിട്ട് സംസാരിച്ചാൽ ഇതിന്റെ ഒരു പരിഹാരത്തിന് എന്തെങ്കിലും മാർഗം ഉണ്ടാവും. അപ്പൊ അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ശരി, എന്തായാലും ഇത് നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തി. അത് നോക്കട്ടെ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതെ അതെ, ഇത് സാറൊക്കെ കുറച്ച് ഇടപെട്ടിട്ട് കുറച്ച് തീരുമാനം നോക്കണം. നമ്മളിങ്ങനെ വഴിയുണ്ട്, ഇതാ ഒക്കെ ഒരു സൂക്കടാണ്. കിടക്കുന്ന ആദിവാസി ഭൂമിയും അവരുടെ വാസയോഗ്യമായ സ്ഥലങ്ങൾക്കും വേണ്ടതായ സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അട്ടപ്പാടിയിൽ സർവ്വ വീടുകൾക്കും വൈദ്യുതീകരണം എന്ന് പറഞ്ഞ പോലെ തന്നെ സർവർക്കും കൃഷിയിടവും വെള്ളവും വഴി സഞ്ചാരവും വളരെ മുഖ്യമായ ധാരയിൽ അതും വളരെ അത്യാവശ്യമായിട്ട് തന്നെ അത് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. കാരണം നമ്മൾ നടന്നു വന്ന വഴിയൊക്കെ വളരെ കഷ്ടമാണ്. മഴ പെയ്താൽ പിന്നെ അങ്ങോട്ട് നടക്കാനും പറ്റില്ല. കുട്ടികളിനെ അങ്ങനെയാണ് എൻ്റെ വഴിയില്ലാണ്ടാണ് എൻ്റെ ഒരു മരിച്ചു പോയി. ഏത് കുട്ടിയാണ്? അയ്യപ്പൻ്റെ. ആ ശരി, മാഷിന്റെ. ആ മാഷിന്റെ കുട്ടി. മക്കളെ പേര് എങ്ങനെ? പേര് പറയേ ഇന്നെന്ത് അങ്ങോട്ട് പോണത്? മുഖ്യമായിട്ടുള്ള ഏരിയ എത്രാം സ്റ്റാൻഡേർഡ്? ഒന്നാം സ്റ്റാൻഡേർഡ്. അല്ല, ആ പ്രശ്നം വഴി പ്രശ്നം. അപ്പൊ അത് തെരുന്ന ആളുടെ ഇയാളുടെ വേറെ ആരുണ്ട്? വേറെ ചേച്ചി ചേട്ടൻ ഉണ്ടാ? ശരി, ആർപ്പ കൊടുത്ത ചാനൽക്ക് വെള്ളവും വഴിയും കറണ്ടും അവർക്ക് എത്തിച്ചു കൊടുക്കാനാണ് ഇവര് പറഞ്ഞത് എങ്ങനെ, ഗവൺമെന്റ് പറഞ്ഞത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭൂമി പട്ടായം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കുറേശ്ശെ വരുത്തന്മാർക്ക് ഭൂമി വിറ്റ് കളയും. അപ്പൊ ഈ പ്രകൃതി ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് തീരുമാനിച്ചിട്ട് ഇവർക്ക് പട്ടായം കൊടുക്കാതെ അച്ഛന്മാരാണ് പറഞ്ഞത്. നമ്മുടെ അച്ഛന്മാർ നല്ല മണ്ണക്കര വെള്ളി ഇവരാണ് തരുവന്മാർ. അവരാണ് ഇത് അളന്ന് തനിത്തനായി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വിറ്റ് കളയും. അപ്പോൾ നാട്ടുകാർ കയ്യേറി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. എന്നിട്ട് ഇവർ അളന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞാലും കാര്യം ഇല്ലാതെ ഇല്ലല്ലേ? ചിലപ്പോൾ ശരിയായിരിക്കില്ല. കാരണം ഒരു കുപ്പിയാ ഒരു സാധനമൊക്കെ തരുമ്പോഴത്തേക്ക് വിറ്റ് പോകുന്ന ആ ഒരു അവസ്ഥയാണ്. ഇപ്പൊ മേലപ്പണൂരിൽ പട്ടയുള്ള ചില ഇതാ കൊടുത്തു കഴിഞ്ഞു. ഇതവിടെ കിറിച്ചിടുന്നുണ്ട് നാട്ടുകാരായിട്ട്. അതുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഫലങ്ങളൊക്കെ പോയത്. ശരി, അപ്പം അതുകൊണ്ടാണ് നമ്മളെ അച്ഛന്മാര് പണ്ട് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പറഞ്ഞത്.